പുരോചന, പാണ്ഡവർ വാരണാവൃത്തത്തിൽ എത്തിയെന്ന വാർത്ത ഇപ്പോൾ കിട്ടിയതേയുള്ളൂ. അതിന്റെ പിന്നാലെ തന്നെ പാണ്ഡവർ വെന്തു മരിച്ചു എന്ന വാർത്തയുമായി നിങ്ങളുടെ ദൂതനും എത്തി. നിങ്ങളെപ്പോലെ സ്വഭാവഭക്തനും തൽപരനുമായ സേവകനുണ്ടെങ്കിൽ ഈ ദുര്യോധനന്റെ നെഞ്ച് എപ്പോഴും ഉയർന്നിരിക്കും. ഹോ, നിങ്ങൾ ജീവനോടെ തിരിച്ചെത്തുകയാണെങ്കിൽ മുഖ്യ കവാടത്തിൽ വെച്ച് തന്നെ നിങ്ങളെ ഞാൻ ആലിംഗനത്തിൽ അമർത്തും. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും സ്വഭാവഭക്തി പ്രകടമായി കഴിഞ്ഞു. ഈ ദുര്യോധനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ചഞ്ചലത്തിത്തയായ ഒരു മാൻപേടയെ 5 കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ കത്തിച്ചാമ്പലാക്കിയത്. എന്നിട്ടും നിങ്ങൾ നിന്നില്ല. തൻ്റെ രാജാവിനായി അത്യധികം സന്തോഷജനകവുമായ ഒരു വാർത്തയും ദൂതൻ വഴി കൊടുത്തയച്ചു. പാഞ്ചാല ദേശത്തെ യുവരാജ്ഞിയായ യജ്ഞസേനിയുടെ സ്വയംവരത്തെക്കുറിച്ചുള്ള വാർത്തയുമായി നിങ്ങളുടെ സേവകൻ രാജനഗരിയിലെത്തിയപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പാഞ്ചാലത്തിലെ യുവരാജ്ഞിയായ യജ്ഞസേനി, സൗന്ദര്യത്തിൽ സ്വയം അഹങ്കരിക്കുന്ന ദ്രുപദ രാജാവിൻ്റെ മകൾ ദ്രൗപദി. അവളുടെ ശരീരത്തിൽ നിന്നും സുഗന്ധം വമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യജ്ഞസേനത്തിൻ്റെ സുഗന്ധത്തിൽ ചലിക്കുന്ന ജീവനുള്ള പാത്രമാണ് അവൾ. അവളുടെ നിറം അല്പം ഇരുണ്ടതാണെന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇരുണ്ട നിറമുള്ളതാണെങ്കിലും മത്തുപിടിപ്പിക്കുന്ന മണമുള്ള ചെമ്പകപ്പൂ പോലെയായിരിക്കും. സന്താനലബ്ധിക്കായി ദ്രുപദ രാജാവ് നടത്തിയ മഹായജ്ഞത്തിൽ നിന്നാണ് അവൾ ജന്മമെടുത്തത്. സ്വയംവരത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ അവളെ ജയിക്കും. ദ്രുപദന്റെ ശക്തമായ രാജ്യവുമായി കൗരവരുടെ രക്തബന്ധം സ്ഥാപിക്കപ്പെടും. അല്ലെങ്കിൽ ദ്രൗപദിയെ പോലുള്ള രത്നം ഹസ്തിനാപുരത്തിന്റെ രാജമുഹൂർത്തത്തിലല്ലാതെ മറ്റെവിടെയാണ് ശോഭിക്കുക? പുരോചനൻ തന്നെ ഈ വാർത്തയുമായി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തിലുള്ള പുഷ്യഗന്ധത്തിന്റെ മാല സമ്മാനമായി അയാൾക്ക് കൊടുക്കും. കർണനെ പോലെയുള്ള സഹായി, ദ്രൗപദിയെ പോലെയുള്ള അർദ്ധാംഗിനി, ദുശാസനെ പോലെയുള്ള ബലവാനായ 99 സഹോദരന്മാർ, ദുഷളയെ പോലെയുള്ള സഹോദരൻ, ശകുനി അമ്മാമനെ പോലെയുള്ള രാജ്യതന്ത്രജ്ഞൻ, പുരോചനെ പോലെ സ്വയം ശിരസറുത്ത് എല്ലായ്പ്പോഴും എനിക്ക് വേണ്ടി പ്രാണൻ പോലും അർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് സൈനികർ. ഇവർ മൂലം കൗരവരുടെ രാജതണ്ട് ഈ ആര്യാവർത്തത്തിൽ ഹിമാലയം പോലെ ഉയർന്നു നിൽക്കും. ഞാൻ എൻ്റെ യോഗ്യമായ കൈകൾ കൊണ്ട് അത് ഉയർത്തി തന്നെ നിർത്തും. ഇതെൻ്റെ സുന്ദരമായ ഒരു സ്വപ്നമാണ്. ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു സുഖസ്വപ്നം കാണുന്നു. അത് സാക്ഷാത്കരിക്കുന്നതിനായി അവരുടെ ജീവിതം മുഴുവൻ പ്രാണം പോലും ബലികഴിച്ച് പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഞാനും അങ്ങനെ പ്രവർത്തിക്കണം. അനവരതം പരിശ്രമിക്കണം. അനവരതമായ പരിശ്രമമാണ് ജീവിതത്തിൻ്റെ അർത്ഥം. തൻ്റെ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനായി എപ്പോഴും തുടർച്ചയായി നിർത്താതെ പ്രയത്നിക്കുക തന്നെ വേണം. അതിലാണ് രാജ്യം നിലനിൽക്കുന്നത്. എൻ്റെ മാർഗത്തിൽ നിന്ന് പാണ്ഡവർ എന്ന വലിയൊരു തടസ്സം മാറ്റിക്കിട്ടി. പാണ്ഡവർ മരിച്ചുപോയി. ഇനി അവരുടെ ഓർമ്മ തന്നെ എന്തിന്? സ്മൃതിയിൽ നിന്ന് അകർമണ്യത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ പാണ്ഡവരുടെ പിണ്ട അടിയന്തരത്തിന് സമൃദ്ധമായ സത്യം നടത്തി അവരുടെ മരണത്തിൽ രാജമുദ്ര ചാർത്തുവാൻ ഞാൻ ആഗ്രഹിച്ചു. കരയുക എന്ന നാടകം എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ ജോലി ഞാൻ ശകുനി അമ്മാവനെ ഏൽപ്പിച്ചു. നഗരവാസികൾ സദ്യയുണ്ട്. ഏമ്പക്കത്തോടൊപ്പം തന്നെ അവർ പാണ്ഡവരെ മറക്കും. രാജാവിന് എപ്പോഴും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കേണ്ടി വരുന്നു. രാജാവിൻ്റെ ജീവിതം ബാണം പോലെ നേർരേഖയിൽ സഞ്ചരിക്കുന്നതല്ല. ചിലപ്പോൾ അത് ഗത പോലെ വൃത്തത്തിൽ ചലിച്ചാൽ, ചിലപ്പോൾ അത് ഖഡ്ഗം പോലെ വശങ്ങളിൽ പ്രഹരമേൽപ്പിക്കും. മറ്റു ചിലപ്പോൾ ചാട്ടുളിയെ പോലെ കല്ലെറിയും. സത്യം രാജാവിൻ്റെ മാർഗം നിശ്ചിതമാക്കുന്നില്ല. മറിച്ച് രാജാവ് നിശ്ചയിക്കുന്ന മാർഗത്തെ സമൂഹം സത്യമായി സ്വീകരിക്കുന്നു. പാണ്ഡവരുടെ മരണവാർത്ത ശകുനി അമ്മാവൻ കർണനോട് പറഞ്ഞു. ആ വാർത്ത കേട്ട് അയാൾ പ്രസന്നനാകുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അമ്മാവൻ പറഞ്ഞത് കേട്ട് ഞാൻ സ്തബ്ധനായി നിന്നുപോയി. പാണ്ഡവർ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ അയാൾ 2 കൈകൾ കൊണ്ടും തൻ്റെ തലപൊത്തി തൽക്ഷണം താഴെയിരുന്നു. അവരെ ആരാണ് കൊന്നത്? ആ 5 വീരന്മാരെ കൊല്ലുവാൻ മാത്രം ബലവാനായ യോദ്ധാവ് ആരാണ്? രാജമാതാവ് കുന്തിദേവി സുരക്ഷിതയല്ലേ? എന്നിങ്ങനെ അയാൾ അമ്മാവൻ്റെ മേൽ ചോദ്യങ്ങൾ വർഷിച്ചു. അമ്മാവൻ വളരെ ശാന്തമായി പറഞ്ഞു, അവർ ഒരു അപകടത്തിൽപ്പെട്ട് വാരണാവർത്തത്തിലെ കാട്ടിൽ വെന്തു മരിച്ചു. കുറഞ്ഞ പക്ഷം രാജമാതാവ് കുന്തിദേവിയെങ്കിലും രക്ഷപ്പെടേണ്ടതായിരുന്നു. പക്ഷെ ദൈവഹിതത്തിന് മുന്നിൽ ആർക്കെന്ത് ആശിക്കുവാൻ കഴിയും? ഇത് കേട്ട് അയാളൊന്നും പറഞ്ഞില്ല. ശകുനി അമ്മാവൻ തോറ്റു വെറുപ്പോടെ അയാളുടെ മാളികയിൽ നിന്ന് പോയി. അയാൾ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. കിളിവാതിലിലൂടെ നിമിഷ നേരനായി ഗംഗയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. സന്ധ്യാസമയത്ത് കർണനെ കാണുന്നതിനായി ഞാൻ നേരിട്ട് അയാളുടെ മാളികയിൽ പോയി. പക്ഷെ ഷോണൻ പറഞ്ഞു ആരോടും ഒന്നും പറയാതെ ഷോണനോട് മാത്രം ഞാൻ ചെമ്പാനഗരയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അയാൾ ഒറ്റയ്ക്ക് ഓടിപ്പോയെന്ന്. പിന്നീട് 15 ദിവസത്തോളം അയാളെ രാജനഗരയിൽ കാണുവാൻ കഴിഞ്ഞില്ല. അയാൾ ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. അഥവാ മടങ്ങി വന്നില്ലെങ്കിലോ? ഒരു സംശയം എൻ്റെ മനസ്സിൽ ചുറ്റിയഴിഞ്ഞു. വളരെയധികം നഗരവാസികൾ പാണ്ഡവരുടെ ശേഷക്രിയയുടെ സദ്യ കഴിച്ചുപോയി. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വിഭവസമൃദ്ധമായ എല്ലാവർക്കും വിളമ്പി. പാണ്ഡവർ മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില വ്യാകുലരായി തീരുന്നു.
ചിലർ പെട്ടെന്ന് കരഞ്ഞുപോയി. മറ്റു ചിലർ ആവേശഭരിതരായി രാജമാതാവ് കുന്തിദേവിയുടെ ചുമർ ചിത്രത്തിനും മുന്നിൽ കിടന്ന് ഉരുളുവാനും തുടങ്ങി. വാസ്തവത്തിൽ ഈ ഹസ്തിനാപുരം അന്ധഭക്തരെയും വ്യാജ പൂജകരെയും കൊണ്ട് എങ്ങനെ നിറഞ്ഞിരുന്നു! എപ്പോൾ ആര് മരിച്ചാലും ഇവർ കരഞ്ഞുകൊള്ളു. ഈ ഗംഗാനദി ഹിമാലയത്തിലെ മഞ്ഞുരുകിയല്ല, മറിച്ച് ദുർബല മനസ്കമായി കരയുന്ന ഈ മനുഷ്യരുടെ കണ്ണുനീർ കൊണ്ടുണ്ടായതാണെന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. കരഞ്ഞിട്ടും മാറത്തടിച്ചിട്ടും എന്തു പ്രയോജനം? മരിച്ചവർ തിരിച്ചു വരും. പക്ഷെ ഇതൊക്കെ ഇവരെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? എല്ലാവരും കുത്തിയിരുന്ന് കരഞ്ഞു. പൊതുജനം വിഡ്ഢികളാണ് എന്നത് സത്യമാണ്. ശകുനി അമ്മാവൻ എത്ര ബുദ്ധിമാനും സമർത്ഥനുമാണെന്ന് ഈ സംഭവത്തിലൂടെ എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി. അദ്ദേഹത്തെ എൻ്റെ ഉപദേശകനായി ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഈ സംഭവം അദ്ദേഹത്തിന് രാജമുദ്ര പതിപ്പിച്ചു കൊടുത്തു. സദ്യയ്ക്ക് വന്ന നഗരവാസികളോടെല്ലാം പാണ്ഡവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഉത്തരീയത്തിൻ്റെ അറ്റം കൊണ്ട് കണ്ണുകൾ തുടച്ച് അദ്ദേഹം പറഞ്ഞു, പാണ്ഡവരുടെ ശവശരീരം ദഹനത്തിനായി ഇപ്പോൾ കിട്ടിയില്ല എന്നത് നിങ്ങളുടെയും ഞങ്ങളുടെയും ദൗർഭാഗ്യമാണ്. അതായത് ഈ പുണ്യാത്മാക്കൾ നമ്മുടെ ഈ ശുദ്രമായ കൈകൾ കൊണ്ട് അന്ത്യാഗ്നി പോലും സ്വീകരിച്ചില്ല. അമ്മാവിൻ്റെ ആ കാപട്യം നിറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും സ്പഷ്ടവും അത്യന്തം ഹൃദയവുമായി തോന്നി. അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയാണ് ഈ സത്യ. നിങ്ങളിത് സ്വീകരിച്ചില്ല എങ്കിൽ അവർക്ക് ശാന്തി ലഭിക്കുകയില്ല. അമ്മാവൻ്റെ ഈ വാക്കുകൾ എല്ലാവരെയും വശംവദരാക്കി. ഓരോരുത്തരും ഭക്ഷണം കഴിച്ചു. അമ്മാവൻ എൻ്റെ വസ്പിക ബാണമായിരുന്നു. എങ്ങോട്ടയച്ചാലും വിഫലമാവില്ല. ദണ്ട് പുറത്തു വന്നാലും മുന അതിൽ ഉടക്കിക്കിടക്കും. എല്ലാം കഴിഞ്ഞ് അവസാനം ഞങ്ങൾ കൗരവർ ഭക്ഷണം കഴിക്കുവാനിരുന്നു. അമ്മാവനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ ഉരുള കയ്യിലെടുത്തപ്പോഴേക്കും ഒരു ദൂതൻ അവിശ്വസനീയമായ ഒരു സൂചനയുമായി വന്നു. കിതപ്പടക്കിക്കൊണ്ട് അവൻ നിർത്തി പറഞ്ഞു, മഹാരാജാവേ, ദക്ഷിണ പാഞ്ചാല രാജ്യത്തിൽ ഏതോ ഒരു ബ്രാഹ്മണപുത്രൻ ഹിഡുംബൻ, ബകാസുരൻ, ഈ അജയരായ നരഭോജികളായ രാക്ഷസന്മാരെ ദ്വന്ദ്വയുദ്ധത്തിൽ വെറും മുഷ്ടിപ്രഹരം കൊണ്ട് മാത്രം കൊന്നിരിക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ ഭീമൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന സംശയം എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. വായിലെ ഉരുള വായിൽ തന്നെ ഇരുന്നു. പക്ഷേ ആ പ്രാണാന്തരമായ സംശയം പെട്ടെന്ന് തന്നെ ഞാൻ ദൃഢമായ മനസ്സിൽ നിന്ന് അകറ്റി. എന്നാൽ സംശയം കറുപ്പുക പുല്ലുപോലെയായിരുന്നു. ഒരു തവണ വേരുറച്ചു പോയാൽ വളർന്നുകൊണ്ടേയിരിക്കും. അവസാനം ഒരു കൊടുകു പോലെയായി തീർന്നു. കയ്യിൽ കിട്ടിയിരുന്ന വെള്ളഡപ്പിയിൽ നിമിഷനേരം കൈയോടിച്ചപ്പോൾ എനിക്ക് അല്പം ആശ്വാസം കിട്ടി. പുരോചനൻ കൊടുത്തയച്ച ദഹിച്ച ഭീമന്റെ കത്തിക്കരിഞ്ഞ ചെറുവിലാരായിരുന്നു ആ ഡിപ്പിയിൽ. എൻ്റെ മനസ്സിന് ഉറപ്പ് കിട്ടി. അന്ന് ഞാൻ മതിവരുവോളം ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കുങ്കുമപ്പൂ ചേർന്ന സുഗന്ധാബദൂലം മുറുക്കി. എൻ്റെ ഹൃദയം എത്ര തന്നെ നിർഭലമായിരുന്നാലും ഞാനൊരു മനുഷ്യൻ്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് ഉചിതമാണോ അതോ അനുചിതമാണോ എന്ന ചോദ്യത്തിന് നിരന്തര പ്രഹരത്തിൽ എൻ്റെ മനസ്സ് ചിലപ്പോൾ വ്യതിചലിച്ചു പോയിരുന്നു. മനുഷ്യൻ ബുദ്ധിയുടെയും സമ്പത്തിൻ്റെയും ബലത്തിൻ്റെയും ലോകത്തിൻ്റെ എളുപ്പത്തിൽ ചതിക്കുവാൻ കഴിയും. എന്നാൽ സ്വന്തം മനസ്സിനെ ആർക്കും ചതിക്കുവാൻ കഴിയില്ല. പാണ്ഡവരെ ജീവനോട് കത്തിച്ചിട്ട് ഞാൻ എന്ത് നേടി? കുരുവംശത്തിൻ്റെ യുവരാജാവും ഭീഷ്മപിതാമഹന്റെ ബന്ധുവുമായ ഒരാൾക്ക് ഇത് ശോഭനീയമാണോ? ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ചുറ്റി നടക്കുവാൻ തുടങ്ങി. ഈ രാജ്യവും സമ്പത്തും ഇന്നോളം ആർക്കെങ്കിലും തൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദിഗ്വിജയായ കുരുവംശത്തിൽ അനേകം രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ യുദ്ധം ചെയ്ത് അശ്വമേധത്തിൻ്റെ കുതിരയെ ആര്യാവർത്തം മുഴുവൻ ചുറ്റിച്ചു. അളവില്ലാത്ത സമ്പത്ത് ഇഷ്ടം പോലെ അനുഭവിച്ചു. പക്ഷേ മണ്ണിൽ കളിക്കുന്ന കൊച്ചുകുട്ടി തൻ്റെ കയ്യിലുള്ള കളിപ്പാട്ടം ഒരു നിമിഷം മുൻപ് വരെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന കളിപ്പാട്ടം അതുപേക്ഷിച്ച് അടുത്ത നിമിഷം മറ്റൊന്നിൻ്റെ അടുത്ത് നീങ്ങുന്നത് പോലെ അവർ വരികയും പോവുകയും ചെയ്തു. എവിടെ പോയി? അവർ എവിടെ നിന്ന് വന്നു? അവരുടെ അവശേഷങ്ങൾ ശേഷിക്കുന്നുണ്ടോ? കേവലം ഓർമ്മകൾ. നല്ലതും ചീത്തയും അധമവും ഗംഭീരവും ഉത്സാഹവും തരുന്നതും ലജ്ജിപ്പിക്കുന്നതും. നാളെ എനിക്ക് ശേഷം എന്നെക്കുറിച്ചും ഇത്തരം ഓർമ്മകൾ അവശേഷിക്കും. അവ എങ്ങനെയായിരിക്കും? പാണ്ഡവരെ ഞാൻ തന്നെയാണ് കത്തിച്ചത് എന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കിയാൽ? ശരി, ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു തോൾ തൻ്റെ വാൾ വലിച്ച് ക്രോധത്തോടെ തൻ്റെ തന്നെ പുറത്ത് കുത്തുന്ന പോലെ ആ ചിന്തകളിൽ എൻ്റെ മനസ്സ് എന്നെ തന്നെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. മനസ്സ് അസ്ഥിരമാകുന്നു. ആ 5 സഹോദരന്മാരുടെ പുഞ്ചിരി തൂകുന്ന മുഖം എപ്പോഴും എൻ്റെ കൺമുന്നിൽ തിരയുവാൻ തുടങ്ങി. മനസ്സ് വ്യാകുലമാകുന്നു. മനസ്സ് യഥാർത്ഥത്തിൽ മനുഷ്യന് മനസ്സുണ്ടായിരുന്നില്ലെങ്കിൽ എങ്കിൽ അവന് അധികം സുഖമുള്ളവനാകുമായിരുന്നു. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? മനസ്സില്ലാത്ത മനുഷ്യനെന്നാൽ ദണ്ഡമില്ലാത്ത ഗതയാണ്. ശരി, മനസ്സില്ലാത്ത ജീവിതം അപൂർണമാണ് എങ്കിൽ എന്ത്? ഇത്രയും കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധങ്ങളായ അനേകം ചിന്തകൾ മൂലം ഞാൻ പരിഭ്രമിച്ചു. ഇത്തരം അവസ്ഥയിൽ ഓരോ തവണയും എനിക്ക് ആശയുടെ തീക്ഷ്ണമായ കിരണം കാണിച്ചു തരുന്ന ഒരു വ്യക്തിയുണ്ട്. അത് അശ്വത്ഥാമാവായിരുന്നു. കർണനോടൊപ്പം അയാൾ എപ്പോഴും രാജകൊട്ടാരത്തിൽ വരാറുണ്ടായിരുന്നു. അയാളെയും കർണനെയും ഒന്നിച്ചു കാണുമ്പോൾ വിശാലമായ നദിക്കരയിലെ സുന്ദരമായ ക്ഷേത്രം പോലെ തോന്നും.
കർണൻ തന്റെ പുഷ്പവും തേജസ്സുവുമായ സ്വർണ്ണനിറമുള്ള ശരീരം മൂലം നദി പോലെ കാണപ്പെടുമെങ്കിൽ അശ്വത്ഥാമാവ് തന്റെ സൗമ്യവും ശാന്തവുമായ മുഖം മൂലം ക്ഷേത്രം പോലെ തോന്നിയിരുന്നു. പാണ്ഡവരുടെ ഓർമ്മ മൂലം ഒരു മറന്ന ചോദ്യം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തി നോക്കുവാൻ തുടങ്ങിയിരുന്നു. ജീവിതം അതെന്താണ്? ഞാൻ അശ്വത്ഥാമാവിനോട് ചോദിച്ചു, ഗുരുപുത്ര, ജീവിതം എന്താണ്? അയാൾ ശാന്തനായി പറഞ്ഞു, രാജാവേ, ജീവിതം എന്താണെന്ന് പല പ്രകാരത്തിലും പറയുവാൻ കഴിയും. പക്ഷേ അങ്ങേപ്പോലുള്ള കുരുവംശ വീരന്മാർക്ക് യോജിച്ച ഭാഷയിൽ പറയുകയാണെങ്കിൽ ജീവിതം ഉറയിലിട്ട ഖഡ്ഗമാണെന്ന് പറയേണ്ടി വരും. ഉറയിലിട്ട ഖഡ്ഗമോ? അതെങ്ങനെ? ഞാൻ ആശ്ചര്യത്തോട് ചോദിച്ചു. അതേ രാജാവേ, മനുഷ്യന്റെ ശരീരം വാളുറ പോലെയും അവന്റെ മനസ്സ് ആ ഉറയിലിട്ട മൂർച്ചയുള്ള വാൾത്തല പോലെയുമാണ്. ആഹാ, അശ്വത്ഥാമാവേ, ഇത് ജീവിതത്തെപ്പറ്റി നിങ്ങളുടെ വളരെ നല്ലൊരു ഭാവനയാണ്. അല്ല രാജൻ, ഈ ഭാവനയിൽ ഇപ്പോഴും ഒരു കുറവുണ്ട്. ജീവിതമാകുന്ന ഈ ഖഡ്ഗത്തിൻ്റെ ആത്മാവ് അതിൻ്റെ പിടിയിലാണ്. ആത്മാവ് ഖഡ്ഗത്തിൻ്റെ പിടിവള്ളി. അതെ, ആത്മാവ് ജീവിതമാവുന്ന ഖഡ്ഗത്തിൻ്റെ പിടി തന്നെയാണ്. ആ പിടിക്ക് ഖഡ്ഗവും ഉറയുമായ ബന്ധമുണ്ടായെന്നും ഇല്ലെന്നും വരാം. പക്ഷേ പിടിയില്ല എങ്കിൽ ഖഡ്ഗം ഉപയോഗിക്കുന്നത് എങ്ങനെ? അതില്ലാതെ ഉറ നല്ലതായി തോന്നുമോ? ആത്മാവില്ലാത്ത ശരീരവും മനസ്സും അങ്ങനെ തന്നെയാണ്. ആത്മാവില്ലാത്ത ശരീരത്തിനെയോ മനസ്സിനെയോ ഒരു മഹത്വവുമില്ല. എങ്കിൽ പിന്നെ അശ്വത്ഥാമാവേ, ശരീരം നഷ്ടപ്പെട്ടതിന് ശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഭാഷയിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ വാളുറ നഷ്ടപ്പെട്ടു പോയാൽ പിടിക്കെന്ത് സംഭവിക്കും? എൻ്റെ മനസ്സിൽ നിന്നും പാണ്ഡവരുടെ ഓർമ്മ അപ്പോഴും പോയിരുന്നില്ല. തെറ്റിപ്പോയി രാജൻ. വാളുറ നഷ്ടപ്പെട്ടു പോയാലും പിടിക്കെന്ത്? വാസ്തവത്തിൽ പിടി എപ്പോഴും ഉറയ്ക്കകത്ത് ആകാറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഫലത്തിൻ്റെ രൂപത്തിൽ. മനസ്സിൻ്റെ രൂപത്തിൽ ആത്മാവിൻ്റെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ്. വേണമെങ്കിൽ ശരീരത്തിൽ നിന്നുണ്ടെന്നും ഇല്ലെന്നും പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ ആത്മാവ് സർപ്പത്തെ പോലെയാണ്. ആത്മാവ് സർപ്പം പോലെ നിങ്ങൾ ഇന്ന് ആശ്ചര്യകരമായ കാര്യങ്ങൾ പറയുന്നത് ഗുരുപുത്ര. ആത്മാവ് എങ്ങനെ സർപ്പമായി തീരും? സർപ്പം ഒരു പടം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നത് പോലെ ആത്മാവും ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. അശ്വത്ഥാമാവ് വളരെ ശാന്തനായി പറഞ്ഞു. അയാളുടെ വലിയ കറുത്ത കണ്ണുകൾ ആത്മവിശ്വാസത്തോടെ തിളങ്ങി. എന്താ കർണ, അങ്ങനെയല്ലേ? അടുത്തു തന്നെ ഇരുന്ന കർണനോട് അമ്മയാൾ ചോദിച്ചു. വളരെ സമയമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ചർച്ചയിൽ അയാൾ ശാന്തമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ എന്താ അഗാധമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് പോലെ തോന്നി. അശ്വത്ഥാമാവ് എന്താണ് ചോദിച്ചതെന്ന് പോലും അയാൾ കേട്ട് മനസ്സിലാക്കിയില്ല. അശ്വത്ഥാമാവ് തൻ്റെ കൈപ്പടം കൊണ്ട് അയാളുടെ പുഷ്ടമായ തോളത്തമർത്തിയപ്പോൾ അയാൾ ചിന്തയിൽ നിന്നുണർന്നു. അശ്വത്ഥാമാവ് തന്നോട് എന്തോ ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അശ്വത്ഥാമാവേ, നിങ്ങൾ വളരെ വലിയൊരു തത്വചിന്തകനാണ്. അല്ല കർണ, ഓരോ മനുഷ്യനും അവന് ചേർന്ന തരത്തിൽ തത്വചിന്തകനാണ് നിങ്ങളും. കർണൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. വെറുതെ ചിരിച്ച് ചിരിയുടെ സുന്ദരമായ ഒരു രേഖ അയാളുടെ വൃത്താകരമായ മുഖത്തിൽ ആരംഭിച്ച് കാതുകൾക്കരിയിൽ വിലീനമായി. ഇളം കാറ്റേറ്റ് രക്തവർണ്ണമാർന്ന ചെമ്പരത്തി പൂവിൻ്റെ മഞ്ഞ പരാഗം മെല്ലെ ആടുന്നത് പോലെ ചിരിയുടെ ആ രേഖയിൽ അയാളുടെ കാതുകളിലെ മാംസള കുണ്ടലങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനോഹരമായി ഇളകി. പാൽ കുടിച്ചതിന് ശേഷം അവർ രണ്ടുപേരും കൊട്ടാരത്തിൽ നിന്ന് പോയി. അശ്വത്ഥാമാവിൻ്റെ ചില വാക്കുകൾ എൻ്റെ മനസ്സിൻ്റെ മുറ്റത്ത് ശത്രുക്കളെ പോലെ പരസ്പരം ആക്രമണം തുടങ്ങി. പുനർജന്മം, പാപം, ഭീമൻ, ആത്മാവ്, സർപ്പം, ആസക്തി തുടങ്ങിയ വാക്കുകളുടെ ശക്തമായ ആഘാതം തലച്ചോറ് എളുക്കുവാൻ തുടങ്ങി. ശരത്കാലത്തിലെ ദിവസമായിരുന്നു. എന്നിട്ടും ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. പ്രാണൻ പിടയുന്നു. മനസ്സിന് അല്പം ശാന്തി കിട്ടുമെന്ന് കരുതി ഞാൻ മട്ടുപാവിൽ പോയി. കർണനും അശ്വത്ഥാമാവും കൊട്ടാരത്തിന്റെ പടികളെ ഇറങ്ങി മധ്യത്തിലുള്ള സിംഹത്തിന്റെ പ്രതിമകൾ സമീപത്തെത്തിക്കഴിഞ്ഞതായി മട്ടുപാവിൽ നിന്ന് ഒരു വ്യക്തമായി കണ്ടു. അവർ രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നടക്കുകയാവും. അപ്പോഴേക്കും മുഖ്യ കവാടത്തിൽ നിന്നെൻ്റെ സഹോദരിയും യുവരാജ്ഞിയുമായ ദുശ്ശളയുടെ രഥം അകത്ത് കടന്ന് പെട്ടെന്ന് അവരുടെ സമീപം വന്നു നിന്നു. രഥത്തിൽ നിന്ന് ദുശ്ശള താഴെ ഇറങ്ങി. അവർ രണ്ടുപേരും അവളെ അഭിവാദ്യം ചെയ്തു. ഗുരുപുത്രനാണെന്ന് മനസ്സിലാക്കി അവൾ അശ്വത്ഥാമാവിനോട് എന്തോ സംസാരിക്കുന്നു. ഇടയ്ക്കിടെ കർണന്റെ നേരെ നോക്കുന്നത് പോലെ തോന്നി. പക്ഷെ അവൾ അയാളോടൊന്നും മിണ്ടിയില്ല. അവസാനം അശ്വത്ഥാമാവ് അവളോട് വിട വാങ്ങി. അവർ രണ്ടുപേരും മുഖ്യ കവാടത്തിലൂടെ അപ്രത്യക്ഷിതരായി. ഞാൻ ചിന്തിച്ചു, യുവരാജ്ഞി ദുശ്ശള സായം സമയത്ത് രഥത്തിൽ എവിടെ പോയതാവും? പൗർണമി ആയതുകൊണ്ട് ഈശ്വര ദർശനത്തിനായി നഗരത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയതാവുമെന്ന് പിന്നീട് ഓർമ്മ വന്നു. അന്ന് രാത്രി ഞാൻ അശ്വത്ഥാമാവിൻ്റെ തത്വജ്ഞാനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. പക്ഷേ സന്തോഷജനകമായി യാതൊന്നും കണ്ടില്ല. അയാളുടെ തത്വജ്ഞാനം എത്ര തന്നെ നല്ലതാണെങ്കിലും ജീവിതത്തിൽ അത് പ്രയോഗിക്കാമായിരുന്നില്ല. ആത്മാവിനെപ്പറ്റി ചിന്തിക്കുവാൻ പോലും സമയമില്ല. തത്വജ്ഞാനം മനുഷ്യന് വെറുതെ കേൾക്കുവാനുള്ളതാണ്. അതൊരിക്കലും പ്രാവർത്തികമല്ല. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഗാഢമായി ചിന്തിച്ചു. അശ്വത്ഥാമാവിൻ്റെ തത്വജ്ഞാനത്തെപ്പറ്റി ചിന്തിച്ച് ഞാൻ അനാവശ്യമായി തലമുണ്ടാക്കുകയാണ്. മനുഷ്യൻ്റെ ആസക്തിയുടെ ബന്ധനം തകരുമ്പോൾ മാത്രമേ അവന് നന്മ വരൂ എന്ന് അയാൾ പറയുന്നു. ഈ ബന്ധനം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല.
കാലം അഖണ്ഡമായെന്ന് അയാൾ പറയുന്നു. അയാളുടെ ഈ കാലം ഖണ്ഡിതമായാലും അഖണ്ഡിതമായാലും എനിക്കൊന്നുമില്ല. എനിക്ക് ഒരേ ഒരു കാലത്തെക്കുറിച്ച് മാത്രമേ അറിയൂ. അതാണ് വർത്തമാനകാലം. ഈ വർത്തമാനകാലത്തിൻ്റെ ചാട്ടയും കയ്യിലേന്തി ഇന്ദ്രൻ്റെ സമർത്ഥയായ സാരഥി മാതിലി തൻ്റെ രഥത്തെ വേഗത്തിൽ ഓടിക്കുന്നത് പോലെ ഞാൻ കാലത്തെ ഓടിക്കും. ഞാൻ ദുര്യോധനാണ്, കൗരവരുടെ യുവരാജാവാണ്. കാലത്തിൻ്റെ മഹിമയെപ്പറ്റി വർണ്ണിക്കുന്ന ദുർബലനായ ബ്രാഹ്മണകുമാരനല്ല. ഞാൻ അശ്വത്ഥാമാവല്ല. ഞാൻ ഉടൻ തന്നെ പാഞ്ചാലി സ്വയംവരത്തിനായി പാഞ്ചാല രാജ്യത്തിലെ കാബില്യ നഗരത്തിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. പ്രഭാതത്തിലെ ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ ദ്രുപദ രാജാവിൻ്റെ ക്ഷണപത്രം വന്നിരുന്നു. പോകുമ്പോൾ കർണനെ കൂടെ കൂടിക്കൊണ്ടുപോകുന്നതിന് നന്നായിരിക്കും. വേണ്ടി വന്നാൽ ജീവൻ പണയം വെച്ചും അയാൾ എന്നെ രക്ഷിക്കും. സഹോദരന്മാരായ ദുശാസനെയും ദുർമഷനെയും എന്തായാലും ഞാൻ കൂടെ കൊണ്ടുപോകും. ധീരന്മാർ ജീവിത ചാഷകം ജീവനത്സരം കൊണ്ട് നിറച്ചു കുടിക്കുന്നതിനായി മത്സരിച്ചു കൊണ്ടേയിരിക്കും. ഭീരുക്കൾ മാത്രമാണ് തജ്ഞജ്ഞാനത്തെപ്പറ്റി നിരസമായ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വയംവരത്തിൽ പാഞ്ചാലിയെ നേടി ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഭീഷ്മപിതാമഹൻ കാശി രാജാവിൽ നിന്ന് ഞങ്ങളുടെ അമ്മ മഹാറാണി അംബികയെ തട്ടിയെടുത്ത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഞങ്ങളുടെ പൂജ്യ പിതാമഹൻ വിചിത്രവീര്യ മഹാരാജാവിന് വേണ്ടി അർപ്പിക്കുന്നതിനായിരുന്നു. അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അംഗരാജാവ് കർണൻ പാഞ്ചാല രാജ്യത്തെ സുഗന്ധം വിതറുന്ന യജ്ഞസേനയെ ജയിച്ച് എനിക്ക് അർപ്പിക്കും. കാരണം ഭീഷ്മപിതാമഹൻ്റെ ജന്മം കൗരവർക്ക് വേണ്ടി മാത്രമായിരുന്നത് പോലെയാണ് അതിലും അധികമായോ കർണൻ്റെ ജന്മം ദുര്യോധനന് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കർണൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും എന്ന ചോദ്യം ഞാൻ സ്വയം ചോദിക്കുമ്പോഴെല്ലാം അയാൾ എന്തു തന്നെ ചെയ്യില്ല എന്ന മറുചോദ്യമാണ് ഉത്തരമായി കിട്ടുക. ജീവിതം അനിവാര്യവും അചഞ്ചലവുമായൊരു സന്ധ്യയാണ്. സ്വതന്ത്രമായ അംഗരാജ്യം ഞാൻ അയാൾക്ക് നൽകി. അയാൾ വൃഷാലിയെ പ്രേമിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഞാൻ അയാളുടെ യുവത സഹജമായ സങ്കല്പത്തിന് ശബ്ദം തട്ടാതിരിക്കാനായി വൃഷാലിയുമായി അയാളുടെ വിവാഹം നടത്തിച്ചു. ഇതെല്ലാം അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. തുടരും.